ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ഹായ്. ടു ട്രൂ വേസ് യൂട്യൂബ് ചാനൽ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കാണ്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്ത് ടോപ്പിക് ഇന്ന് ആയിരിക്കും എന്ന്? കുവൈറ്റിൽ ഒരുപാട് നഴ്സുമാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് നേരെ ചിലപ്പോൾ കാനഡയിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് മൈഗ്രേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ്, വെരിഫിക്കേഷൻ, അങ്ങനെ കുറേ പേപ്പർ വർക്കുകൾ വരാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മെയിനായിട്ടും ഗുഡ് സ്റ്റാൻഡിങ്ങും വെരിഫിക്കേഷനും വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ, ട്രാൻസ്ക്രിപ്റ്റ്, ഓൾ ഇയർ മാർക്ക് ഷീറ്റ്, പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ ഇതല്ലാതെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടെ വേണ്ടേ. പിന്നെ അല്ലാതെ കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ ഉള്ളത് നമ്മുടെ MOHന്റെ ക്ലിയറൻസ് പേപ്പർ. കുവൈറ്റ് MOH ആണ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കുവൈറ്റിൻ്റെ കരാർ പേപ്പർ അല്ലെങ്കിൽ ക്ലിയറൻസ് പേപ്പർ എന്ന് പറയും. പിന്നെ നമ്മുടെ അറബിക്കിലുള്ള നമ്മുടെ MOHന്റെ ലൈസൻസ് വേണം. ഓക്കെ, അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ നമ്മുടെ ഹെഡ് നേഴ്സ്, നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അവിടുത്തെ സുപ്പീരിയർ ഓഫ് ദി നേഴ്സ് ഉണ്ടായിരിക്കും, ഹെഡ് നേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എക്സാം പേപ്പർ, പിന്നെ ഒരു ഇമെയിൽ ID വേണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് മെയിൻലി നമുക്ക് വേണ്ടതായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ലൈസൻസ് ഓൾറെഡി പറഞ്ഞു, ലൈസൻസ് അറബിക്കിലുള്ള ലൈസൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇഫ് വെരിഫിക്കേഷൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് വെരിഫിക്കേഷൻ ആണോ ചെയ്യുന്നത് അതിൻ്റെ ഫോമും കൂടെ തരണം. വെദർ ഇറ്റ്സ് NNAS അല്ലെങ്കിൽ CGFNS ഏതാണെന്നുള്ളത്, NCLEX ആണെങ്കിൽ അങ്ങനെ, ഇപ്പം CNO, CRN അങ്ങനെ കുറേ വെരിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഫോമും കൂടെ പ്രൊവൈഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുവൈറ്റിൻ്റെ ഈ അതായത് വെരിഫിക്കേഷനായാലും ഗുഡ് സ്റ്റാൻഡിംഗ് ആയാലും ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ടൊരു 50 വർക്കിംഗ് ഡേയ്സ് അടുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കുവൈറ്റിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിജക്ഷൻ വരും. അത്രത്തോളം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ കാര്യത്തിൽ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് ഫോം ഫില്ല് ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കില്ല. നോർമലി കുവൈറ്റിൻ്റെ ഗുഡ് സ്റ്റാൻഡിംഗ് ഓർ വെരിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഒരു കോപ്പി കിട്ടും. സെയിം കോപ്പി ഡയറക്റ്റ്ലി നിങ്ങളുടെ ഏത് അതോറിറ്റിയാണോ അങ്ങോട്ടേക്ക് മെയിൽ പോകും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ഇൻ്റർനാഷണലിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുമല്ലാതെ നമുക്ക് കമൻസിൽ ചോദിച്ചാൽ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുവൈറ്റ് MOHൽ ഓൾറെഡി ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഡേറ്റ ഫ്ലോയുടെയൊക്കെ സമയത്ത് ഓൾറെഡി മിനിസ്ട്രിയിൽ ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത ആളായിരിക്കും. അപ്പോൾ അതും കൂടെ തരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേഷനോ ഒന്നും വരാണ്ട് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ചിലർക്ക് ഒത്തിരി ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കാണും, പക്ഷേ ഏതൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് ഒരു ഡൗട്ടായിരിക്കും. മേ ബി ചിലർ ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്ത് അയക്കും. അപ്പോൾ നമ്മളത് ഡീൽ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഇതിൽ നിന്ന് സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ആൾക്ക് എന്തായാലും അത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ കൂടുതലായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻസ് പ്രസ് ചെയ്യുക, ഡു ഷെയർ ഇറ്റ് വിത്ത് ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ.